പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ കർക്കിടക മാസം ആയതുകൊണ്ട് കർക്കിടക കഞ്ഞിക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ഈ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഫലം കിട്ടുന്നതാണ് പറയാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ 14 ഐറ്റം കർക്കിടക കൂട്ടുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. കഞ്ഞിക്കൂട്ടിനുള്ള ഓരോ ഔഷധ സസ്യങ്ങളെ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത് കൊടലേരിക്കയാണ്. ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാമായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊടലേരിക്ക ഫസ്റ്റ് ഐറ്റം. ഇനി അടുത്ത ഐറ്റമിലേക്ക് പോകാം. രണ്ട് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനാരകാണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടി തന്നെയാണ് മുക്കുറ്റി. ഓണത്തിനൊക്കെ നമ്മൾ പൂവിടല്ലോ, ആ ഒരു മുക്കുറ്റി പൂവിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇതും അതിൽ ഉൾപ്പെടുത്തും. എന്താ പൂട്ടുണ്ട്. ഇനി അടുത്ത ഔഷധ സസ്യം ഒന്ന് പരിചയപ്പെടാം. ഈ ഐറ്റം ഏതാ? നിലമ്പന അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു സസ്യത്തിൻ്റെ പേര് നിലമ്പനയാണ് കേട്ടോ. ഒരു 10-14 ഐറ്റംസ് തന്നെ ഉണ്ട്. ഇതിപ്പോൾ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ മറ്റേ ഒരു കഞ്ഞി കിറ്റി തന്നെ പറഞ്ഞിട്ട് കിട്ടുന്നതാണ്. ഇത് കിട്ടുന്നവർക്ക് ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്യാം. ഈ ഐറ്റം കൊട്ടത്തേങ്ങയാണ് ഈ ഒരു ഐറ്റം വരുന്നത്. ഈ സസ്യം വരുന്നത് പൂവാങ്കുറുന്തല ഇതാണ് പൂവാങ്കുറുന്തല. അടുത്ത ഐറ്റം വരുന്നത് ചെറുപുളയാണ്. ഐറ്റം വരുന്നത് കുറുന്തോട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ഔഷധ സസ്യം തന്നെയാണത്. അടുത്ത ഐറ്റമാണ് നമ്മളെ സ്പെഷ്യൽ ഐറ്റം കൊടിത്തുകയാണ്. ഇത് തൊട്ടുകയാണെങ്കിലൊക്കെ ചൊറിയണ ടൈപ്പുള്ള തുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ചിലരെ സംശയം ഉണ്ടാവും, ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചൊറിയിലേന്ന്. ഇല്ല, ചൊറിയില്ല. ഈ ടൈമിൽ ഇതിനൊന്നും വലിയൊരു ഇതൊക്കെ ഔഷധമായിട്ട് മാറുകയാണ് ഈ കർക്കിടക മാസത്തിൽ കേട്ടോ. അപ്പോൾ അടുത്ത ഐറ്റം വരുന്നത് തൊട്ടാവാടിന ഒരു ചെടിയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് പരിചയപ്പെടാം നമുക്ക്. അപ്പോൾ ഇതൊന്നും കിട്ടാത്തവർക്ക് നമ്മളെ മാർക്കറ്റുകളിൽ കഞ്ഞിക്കിറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ കഞ്ഞിക്കൂട്ട്. നാട്ടിലൊന്നും കിട്ടാത്തൊരു സാധനമാണ് തുമ്പ. നമ്മൾ ഓണത്തിനൊക്കെ കൂടുന്ന തുമ്പച്ചെടിയാണിത്. ഓക്കെ, പിന്നെ അടുത്തത് ഐറ്റം വരുന്നത് പ്രസാരണി എന്ന ചെടിയാണ്. പ്രസാരണി. മറ്റൊരു ഐറ്റമാണ് കിയാർ നെല്ലി. മഞ്ഞപ്പിത്തത്തിനൊക്കെ കഴിക്കാവുന്ന ഔഷധ ഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് കിയാർ നെല്ലി. അടുത്ത ഐറ്റം വരുന്നത് സർബത്താണ്. സർബത്തിൻ്റെ ചെടിയാണ്. ഓക്കെ, ഇനി അടുത്ത ഐറ്റമിലേക്ക് പോകാം. ഐറ്റം വരുന്നത് ചെറുളയാണ്. ചെറുള വിധംന്നുണ്ടെങ്കിൽ നമ്മള് കഞ്ഞി വെച്ചിട്ട് അതിലേക്ക് ഇത് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് അതോടൊപ്പം തേങ്ങ പിന്നെ ചെറിയുള്ളി പിന്നെ കുരുമുളക് എന്നിവ അരച്ച് ചേർക്കാറുണ്ട്. പിന്നെ അതോടൊപ്പം ഉലുവയും ചേർത്തിട്ടാണ് ഈ ഒരു കഞ്ഞി നമ്മൾ വെക്കാറ്. 5 അതോ 7 ദിവസമോ തുടർച്ചയായിട്ട് കഴിച്ചാൽ മാത്രമേ ഇതിന്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്